സർബത്ത് ജിഹാദുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ ബാബ രാംദേവിനെതിരെ കടുത്ത വിമർശനവുമായി ഡൽഹി ഹൈക്കോടതി. ഹംദാർദിനും റൂഫ് അഫ്സായ്ക്കുമെതിരായ പരാമർശത്തിലാണ് ബാബ രാംദേവിനെ ഡൽഹി ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചത്. ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് കോടതിയുടെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന പരാമർശമാണിതെന്നും ഇത് ന്യായീകരിക്കാനാവാത്തതുമാണ് എന്നാണ്. ഏപ്രിൽ 3-നാണ് ബാബ രാംദേവ് ഹംദർദിനെ റൂഫ് അഫ്സയെ ലക്ഷ്യമിട്ടുകൊണ്ട് ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ഫുഡ് കമ്പനി തങ്ങളുടെ പണം പള്ളികളും മദ്രസകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന അവകാശവാദവുമായി രംഗത്ത് വന്നത്. ഇതിനെയാണ് രാംദേവ് സർബത്ത് ജിഹാദ് എന്ന് വിശേഷിപ്പിച്ചത്. ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. നിങ്ങൾക്ക് സർബത്ത് നൽകുന്ന ഒരു കമ്പനിയുണ്ട്, പക്ഷെ അവർ സമ്പാദിക്കുന്ന പണം മുഴുവൻ മദ്രസകളും പള്ളികളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു എന്നായിരുന്നു രാംദേവ് ആരോപിച്ചത്. ആ സർബത്ത് കുടിച്ചാൽ മദ്രസകളും പള്ളികളും പണിയും, എന്നാൽ പതഞ്ജലിയുടെ റോസ് സർബത്ത് കുടിച്ചാൽ ഗുരുകുലങ്ങൾ പണിയും, ആചാര്യകുലം വികസിപ്പിക്കപ്പെടും, പതഞ്ജലി സർവകലാശാല വികസിക്കും, ഭാരതീയ ശിക്ഷാ ബോർഡ് വളരും എന്നായിരുന്നു രാംദേവ് പറഞ്ഞത്. ലവ് ജിഹാദ് ഉള്ളതുപോലെ ഇതും ഒരു തരം സർബത്ത് ജിഹാദ് തന്നെയാണ്. ഈ സർബത്ത് ജിഹാദിൽ നിന്ന് സ്വയം പരിരക്ഷിക്കുന്നതിന് ഈ സന്ദേശം എല്ലാവരിലും എത്തിച്ചേരണമെന്നും രാംദേവ് ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല, മറ്റു സർബത്ത് കമ്പനികളെ ടോയ്ലറ്റ് ക്ലീനർമാരുമായാണ് രാംദേവ് താരതമ്യം ചെയ്തത്. ഇതും വിവാദത്തിന് കാരണമായിരുന്നു. ലവ് ജിഹാദിനെയും വോട്ട് ജിഹാദിനെയും പോലെ തന്നെയാണ് സർബത്ത് ജിഹാദ് എന്നും ആളുകൾ അതിൽ നിന്ന് സ്വയം രക്ഷ നേടണമെന്നും ബാബ രാംദേവ് ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. ഫേസ്ബുക്കിൽ പങ്കിട്ട ഈ വിവാദ വീഡിയോ 40 ദശലക്ഷത്തിലധികം പേരാണ് കണ്ടതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ പരാമർശങ്ങൾക്ക് പിന്നാലെ കമ്പനി ബാബ രാംദേവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇത് ഞെട്ടിക്കുന്ന ഒരു കേസാണ്. അത് അപകീർത്തിപ്പെടുത്തുന്നതിനപ്പുറം പോകുന്നു. വിദ്വേഷ പ്രസംഗത്തിന് സമാനമായി ഒരു വർഗീയ വിഭജനം സൃഷ്ടിക്കുന്ന കേസാണിത്. അപകീർത്തി നിയമത്തിൽ നിന്ന് ഇതിന് സംരക്ഷണം ലഭിക്കില്ല. ഹംദർദിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോഹ്താഹി കോടതിയിൽ ഇത്തരത്തിലാണ് ചൂണ്ടിക്കാട്ടിയത്. തന്റെ പരാമർശത്തിലൂടെ രാംദേവ് ഹംദർദിനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആക്രമിച്ചതായും റോഹ്താഗി ആരോപിക്കുന്നുണ്ട്. രാംദേവിനെ അറിയപ്പെടുന്ന പേരുണ്ടെന്നും മറ്റു ഉൽപ്പന്നങ്ങളെ അവഹേളിക്കാതെ തന്നെ പതഞ്ജലിയുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നുവെന്നും റോഹ്താഗി കോടതിയിൽ വാദിച്ചു.